മഴത്തോരു മുൻപേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന അതിനിർണായകമായ ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് പോകുവാൻ പോകുന്നത്. ബാലചന്ദ്രമേനോൻ രാവിലെ തന്നെ ജ്വല്ലറിയിലേക്ക് എത്തി. ജ്വല്ലറിയുടെ ക്യാബിനിൽ താൻ ഇരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ അകത്തിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. ജ്വല്ലറിയുടെ പാർക്കിംഗ് പ്ലേസിലേക്ക് ഒഴുകി വരുന്ന ഒരു ചുവന്ന ബെൻസ് കാർ. രണ്ട് കാറുകളുടെ മധ്യത്തിൽ അത് വന്ന് പാർക്ക് ചെയ്യുന്നു. ഡോർ തുറന്ന് ഒരാൾ അതിൽ നിന്നും ഇറങ്ങുന്നു. ചാരനിറമുള്ള കോട്ടും സ്യൂട്ടുമാണ് വേഷം. ബാലചന്ദ്രമേനോന് പെട്ടെന്ന് ആളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. സ്റ്റാൻലി ജോസഫ്. കണ്ണാടി വാതിലിന്റെ മുൻപിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് നന്നായി തലകുനിച്ച് ആഗതനെ വണങ്ങിയ ശേഷം ഡോർ തുറന്നു പിടിച്ചു. സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് കയറിയതും ജ്വല്ലറിക്കുള്ളിലുണ്ടായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അയാളുടെ മേൽ തന്നെ വീണു. സ്റ്റാൻലി ജോസഫിന്റെ വ്യക്തിപ്രഭാവവും അയാൾ അണിഞ്ഞിരുന്ന വേഷത്തിന്റെ പ്രൗഢിയും ആരുടെയും ദൃഷ്ടികളെ 2 നിമിഷത്തേക്ക് പിടിച്ചു നിർത്തുവാൻ പോന്നവയായിരുന്നു. 100, 180, 200 പവന്റെ ബിസിനസ് നടത്തിയേക്കുവാനിടയുള്ള ഒരു ക്ലയന്റിനെ കിട്ടിപ്പോയി എന്ന് ധരിച്ച് ഗോവർദ്ധൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ആദരവോടുകൂടി ഉപചാരം പറഞ്ഞു. നമസ്കാരം സാർ, എന്താണ് വേണ്ടത്? ഓപ്പൺ ഷോക്കേസുകളൊക്കെ ദേ അവിടെയാണ് ഇരിക്കുന്നത്. അപ്സ്റ്റെയറിലാണ് സാർ ഡയമണ്ട് ഗാലറി. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഗോവർദ്ധന്റെ മുഖത്ത് നോക്കി സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, എനിക്ക് മിസ്റ്റർ ബാലചന്ദ്രമേനോനെയാണ് കാണേണ്ടത്. ഓ ശരി, പ്ലീസ് 1 മിനിറ്റ് സാർ. ഇത് പറഞ്ഞിട്ട് ഗോവർദ്ധൻ ബാലചന്ദ്രമേനോന്റെ ക്യാബിനിലേക്ക് ചെന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രമേനോൻ, അതിനെന്താ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളൂ. ഗോവർദ്ധൻ ചെന്ന് സ്റ്റാൻലി ജോസഫിനെ വിളിച്ച് ബാലചന്ദ്രന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നു. ബാലചന്ദ്രമേനോനെ നോക്കി സ്റ്റാൻലി അഭിവാദ്യമർപ്പിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് നൂൺ, ഇരിക്കൂ. ബാലചന്ദ്രമേനോന് അഭിമുഖമായി സ്റ്റാൻലി ജോസഫ് ഇരുന്നു. ഗോവർദ്ധൻ പൊയ്ക്കോളൂ. പിന്നെ 2 കപ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് പറഞ്ഞ് ഗോവർദ്ധനെ ബാലേന്ദ്രമേനോൻ മടക്കി അയച്ചു. വീണ്ടും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി സ്റ്റാൻലി ജോസഫ് ബാലേന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതിന് ബാലചന്ദ്രൻ ഗൗരവത്തോടെ മറുപടി പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കാൻ? വിധി വൈപരീത്യം കൊണ്ട് കണ്ടുമുട്ടേണ്ടി വന്ന 2 അപരിചിതരല്ലേ ഞാനും നിങ്ങളും. അത് ശരിയാണ്. അല്ല, ഇവിടെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബിസിനസ് ഒക്കെ? ഷോപ്പിനുള്ളിലെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന 2 TV മോണിറ്ററുകൾ ബാലചന്ദ്രമേനോന്റെ മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ പറയുകയാണ്, വലിയ തിരക്കൊന്നുമില്ല, ബിസിനസ് എന്നാലും തിരക്കിടില്ലാതെ പോകുന്നുണ്ട്. ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് ചെറിയൊരു മടുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരി, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്നു സംസാരിച്ചാലോ മിസ്റ്റർ ബാലേന്ദ്രൻ? ഏതെങ്കിലും ബാറിലോ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കഫ്റ്റീരിയയിലോ വല്ലോ? പാലായിൽ നിങ്ങളെ അറിയാവുന്ന 2 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളുടെ പഴയ കാമുകി വൈജയന്തിയും അവളുടെ സഹോദരൻ ശിവശങ്കരമേനോനും. അബദ്ധത്തിൽ പോലും നിങ്ങൾ അവരുടെ കണ്ണിൽ പെടുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മിസ്റ്റർ മേനോൻ, നിങ്ങളിവിടെ തിരക്കിലാണല്ലോ, ഫ്രീ അല്ലല്ലോ. ഒറ്റ വാക്കിൽ തീരുന്ന വിഷയമല്ലേ നമുക്ക് സംസാരിക്കാനുള്ളൂ. അലീനയെ മകളായി കൈയേൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എന്ത് തീരുമാനിച്ചു? യെസ് ഓർ നോ? ഇത്രയും മാത്രമല്ലേ ഉള്ളൂ പറയുവാൻ. മിസ്റ്റർ മേനോൻ, ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ മിസ്റ്റർ സ്റ്റാൻലി, എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ല. അലീനയെ ഞാൻ ഏൽപ്പിച്ചു തരുന്നതോടെ എൻ്റെ കടമ കഴിഞ്ഞു. അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രമേനോന്റെ അയവില്ലാത്ത മുഖത്തേക്ക് നോക്കി അല്പനേരം ചിന്താധീനനായിരുന്നു. എന്നിട്ട് താൻ ചെറുതായി ഒന്ന് തലകുലുക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം പറയൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവളെ ദുഃഖിപ്പിക്കാതെ സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ. അവൾക്ക് എന്ത് സംഭവിച്ചാലും ചോദ്യം ചെയ്യുവാൻ ഞാനുണ്ടാവും. നേരിട്ടതിന് സാധിച്ചില്ലെങ്കിൽ കോടതി വഴി പോകാനും ഞാൻ മടിക്കില്ല. അത് കേട്ടുകൊണ്ട് ശാന്തമായൊരു ചിരിയോടുകൂടി സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭയമാണോ മിസ്റ്റർ മേനോൻ? ഞാൻ അവളെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ വേണ്ടി വകവരുത്തി കളയുമെന്നോ മറ്റോ അങ്ങനെയുള്ള സംശയമുണ്ടോ? അങ്ങനെയുള്ള സംശയം കൊണ്ടൊന്നും പറഞ്ഞതല്ല. നിങ്ങൾ മാന്യനാണ്, ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അലീനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായാൽ, നിങ്ങൾക്ക് അവളോട് നീതി കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ വിവരം എന്നെ അറിയിക്കണം. ഞാൻ അവിടെ വന്ന് അവളെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. ബാലേന്ദ്രമേനോൻ, ഒരിക്കലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പട്ടാളക്കാരുടെ രീതി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരൻ 2 കപ്പ് ചായയുമായി അവിടേക്ക് എത്തി. അപ്പോൾ ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, ചായ കഴിക്കുമല്ലോ അല്ലേ? അതിനെന്താ, കഴിക്കാമല്ലോ. അയാൾ ചായക്കപ്പ് സ്റ്റാൻലിയുടെ മുൻപിലേക്ക് നീക്കി വെച്ചു. സ്റ്റാൻലി ചായ കയ്യിലെടുത്തിട്ട് ചോദിക്കുകയാണ്, അലീനയെ എപ്പോഴാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? ഞാൻ എവിടെയാണ് വരേണ്ടത്? നിങ്ങൾ എങ്ങോട്ടും വരണമെന്നില്ല. അലീനയെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും, മിക്കവാറും നാളെ. അസൗകര്യമൊന്നുമില്ലല്ലോ? എനിക്ക് യാതൊരു അസൗകര്യവുമില്ല. അല്ല, അലീനയ്ക്ക് അറിയുമോ അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്? കുളത്തുപുഴയ്ക്ക് പോകാനൊരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയണ്ടേ? വേണം. അതെപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്ന് എനിക്കിതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അല്പനിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് അലീനയെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. എന്താ ഇപ്പം ചെയ്യുക? അവൾ എൻ്റെ വീട്ടിലാണ്.
നിങ്ങളെ അവിടെ കൊണ്ടുപോകുവാൻ തൽക്കാലം എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ മക്കൾ നിങ്ങളെ കാണരുത്. നിങ്ങളുടെ പേര് പോലും അവരറിയരുത്. ഞാൻ ബാലചന്ദ്ര വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. അവൾ എൻ്റെ മകളല്ലേ. എനിക്ക് കാണാൻ എത്രമാത്രം ആഗ്രഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ? ബാലചന്ദ്രൻ ഒരു കവൾ ചായ എടുത്ത് കുടിച്ചതിന് ശേഷം പറയുക, ഒരു കാര്യം ഞാൻ ചെയ്യാം. അവളെ ഞാൻ ഇവിടേക്ക് വരുത്താം. പക്ഷെ ഒരു കാര്യം, ഇവിടെ വെച്ച് നിങ്ങളെ അവൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. വേണ്ട, ഞാൻ മാത്രം കണ്ടാൽ മതി. ബാലചന്ദ്രമേനോൻ 2 നിമിഷം ആലോചിച്ചിരുന്നിട്ട് മേശവലിപ്പ് പൂട്ടി താക്കോലുമായി എഴുന്നേറ്റു. ഞാൻ അവളെ പോയി കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. ഈ മോണിറ്ററിൽ നിങ്ങൾക്ക് അവളെ കാണാം. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ TV മോണിറ്റർ സ്റ്റാൻലി ജോസഫിന് കാണത്തക്കവണ്ണം തിരിച്ചുവെച്ചു. തുടർന്ന് ബാലചന്ദ്രമേനോൻ ഫോൺ എടുത്ത് വീട്ടിലേക്ക് കോൾ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത രോഹിത്തിനോട് അലീനയ്ക്ക് കൊടുക്കുവാൻ നിർദ്ദേശിച്ചു. അലീന ലൈനിൽ വന്നപ്പോൾ അയാൾ പറയുകയാണ്, അച്ഛനാ മോളെ, ഞാൻ ഉടനെ അങ്ങോട്ട് വരികയാണ്. നീ എൻ്റെ കൂടെ ടൗണിലേക്ക് വരാൻ ഒന്ന് റെഡിയായി നിൽക്കണം. അപ്പോൾ അലീന, എന്തിനാച്ചാ ഇപ്പോൾ ടൗണിലേക്ക് വരുന്നത്? അതൊക്കെ സസ്പെൻസ് ആണ്, പിന്നീട് പറയാം. ഇത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ ഞാൻ മടങ്ങിയെത്തും. ഇത് പറഞ്ഞിട്ട് ബാലേന്ദ്രമേനോൻ ക്യാബിനിൽ നിന്നും ഇറങ്ങി. ഗോവർദ്ധനെ സമീപിച്ചു. ക്യാബിനിലിരിക്കുന്നത് തൻ്റെ സ്നേഹിതനാണെന്നും താൻ വീട്ടിൽ പോയിട്ട് വരുന്നതുവരെ അയാളോട് അതുമിതും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയി. സ്റ്റാൻലി കസേരയിൽ ചാരിയിരിക്കുകയാണ്. TV മോണിറ്ററിൽ കടയിലെ കൊടുക്ക വാങ്ങലുകൾ കാണാമായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കെ എപ്പോഴോ ജ്വല്ലറിയുടെ മുൻവാതിൽ തുറന്നു. ബാലചന്ദ്രമേനോൻ അകത്തേക്ക് കയറി വരുന്നു. പിൻപിൽ ഒരു പെൺകുട്ടിയുമുണ്ട്. ബാലചന്ദ്രമേനോന്റെ മറവിലായതിനാൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നില്ല. സ്റ്റാൻലി ആകാംക്ഷയോടെ മുന്നോട്ടാഞ്ഞിരുന്നു. TV മോണിറ്ററിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുകയാണ്. ബാലചന്ദ്രമേനോനെ കണ്ടുകൊണ്ട് ജീവനക്കാർ വിധേയരായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയാൾ അവർക്കൊക്കെ എന്തോ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരു സെയിൽസ്മാൻ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ വലിയ ഡബ്ബകളെടുത്ത് ടേബിളിന് മീതെ വെക്കുന്നു. ബാലേന്ദ്രമേനോൻ മുഖം തിരിച്ച് പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്നു. അവൾ മേശക്കരികിലേക്ക് നീങ്ങി നിന്നു. ഇപ്പോൾ സ്റ്റാൻലി ശരിക്കും കണ്ടു. അയാൾ അത്ഭുത സ്തബ്ധനായിപ്പോയി. ടാനിയയുടെ മുഖം. ടാനിയയ്ക്ക് തൻ്റെ അമ്മച്ചിയുടെ മുഖഛായയാണെന്ന് പ്രായമുള്ള ബന്ധുക്കളൊക്കെ പറയാറുണ്ട്. ടാനിയയുടെ മുഖത്തിന് അല്പം വലിപ്പക്കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അലീനയെയും ടാനിയെയും ഒപ്പം നിർത്തിയാൽ അത് ചേച്ചിയും അനുജത്തിയുമാണെന്ന് ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. അത്രമാത്രം സാമ്യം. സ്റ്റാൻലി ജോസഫ് അതിശയത്തോടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലീന ബാലേന്ദ്രമേനോനോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ ചിരി കണ്ട് സ്റ്റാൻലി ആശ്ചര്യം കൂറി. ഇത് അമ്മച്ചിയുടെ ചിരി തന്നെ. മുഖചലനങ്ങൾ, കണ്ണുകളിലെ അഗാധമായ ശാന്തത, നെറ്റിത്തടത്തിന്റെ ഭംഗി, ഇതെല്ലാം അയാൾ നോക്കിക്കാണുകയാണ്. ആ നോട്ടത്തിനിടയിൽ ഒരു നിമിഷം അയാൾ തൻ്റെ മരിച്ചുപോയ അമ്മച്ചിയെ ഓർത്തു. അമ്മച്ചി എത്രമാത്രം പാവമായിരുന്നു. പൊടുന്നനവെ സ്റ്റാൻലിയുടെ കണ്ണുകളിൽ നനവൂറുകയും മോണിറ്ററിലെ അലീനയുടെ മുഖത്തേക്ക് നോക്കവേ ആത്മഹർഷം കൊണ്ട് അറിയാതെ പുഞ്ചിരി തൂവുകയും ചെയ്തു. സ്റ്റാൻലി TV മോണിറ്ററുകൾ കുറച്ചുകൂടി തനിക്ക് അഭിമുഖമായി തിരിച്ചുവെച്ചു. സ്ക്രീനിൽ നിന്ന് അയാൾ കണ്ണുകൾ എടുത്തതേയില്ല. അങ്ങനെ നോക്കിയിരിക്കെ ഒരു വികാര വൈവശ്യം അയാളെ ബാധിച്ചു. തൻ്റെ മകൾ നീണ്ട 23 വർഷക്കാലം ഒരനാഥാലയത്തിലാണ് ജീവിച്ചത് എന്നുള്ള ഓർമ്മ ഇടിനാഥം പോലെ അയാളെ നടുക്കി. മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അതിലേക്ക് ചുണ്ടുകൾ അമർത്തി കൈമുട്ട് മേശപ്പുറത്തൂന്നി അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് കണ്ണു നീർന്നതുപോലെ തോന്നി. പെട്ടെന്ന് അയാൾ മനസ്സിനെ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. താനൊരു പട്ടാളക്കാരനാണ്. ഒരു സൈനികന്റെ മനസ്സൊരിക്കലും ദുർബലമാകാൻ പാടില്ല. അവൻ വികാരാധീനനായിക്കൂടാ. അങ്ങനെയെല്ലാം ചിന്തിച്ചുവെങ്കിലും ഒടുവിൽ അയാൾ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും തൂവാലയെടുത്ത് ഒരു മുൻകരുതലായി കയ്യിൽ വെച്ചു. സ്വർണവളകളുടെ ശേഖരത്തിൽ നിന്നും അലീനയ്ക്ക് പാകമായ വളകൾ തിരഞ്ഞെടുക്കുകയാണ് ബാലചന്ദ്രമേനോൻ. ഇതിനിടയിൽ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ്, നിനക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടം? ഇതൊക്കെ എന്തിനാച്ചാ? അച്ഛൻ എനിക്കിപ്പോൾ സ്വർണ്ണം എടുത്തു തരാൻ പോവാണോ? ഏയ്, ഇപ്പോഴെന്തായാലും ഞാൻ തരില്ല. തന്നാൽ നീ അതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് ധർമ്മശാലക്കാർക്ക് ദാനം കൊടുക്കും. നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ കുറച്ച് സ്വർണം കരുതി വെക്കുന്നുണ്ട് നേരത്തെ തന്നെ. അതിനുവേണ്ടിയുള്ള ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോളൂ. അതിന് എൻ്റെ കല്യാണം ഉടനെ ഒന്നും ഇല്ലല്ലോ ചാ. സാരമില്ല, ഫാഷനും ഡിസൈനും ഒക്കെ ഇപ്പോഴേ അങ്ങ് സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അന്ന് നിന്നെ ഇതുപോലെ സൗകര്യത്തിന് എനിക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. ഓ, അപ്പോഴേക്കും ഇതെല്ലാം ഓൾഡ് ഫാഷനായി പോവില്ലേ? എനിക്ക് ഇഷ്ടപ്പെടില്ല അതൊന്നും. എനിക്ക് അപ്പോഴത്തെ ഫാഷനിലുള്ളത് തന്നെ വേണം. അലീനയുടെ കുസൃതിയോടുള്ള സംസാരം കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ ആ മുഖത്തേക്കൊന്ന് നോക്കി വല്ലാതെ ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നിനക്ക് അപ്പോൾ തോന്നുകയാണെങ്കിൽ നീ അന്ന് ഇത് ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊടുത്ത് മാറ്റിയെടുത്താൽ മതി. അച്ഛൻ എനിക്ക് സ്വർണ്ണമൊന്നും തരണ്ട. നിർബന്ധമാണെങ്കിൽ അതിന്റെ ക്യാഷ് ഇങ്ങ് തന്നാൽ മതി. ഞാൻ എടുത്തോളാം വേണ്ടതൊക്കെ. കൊള്ളാം. 10 രൂപ തികച്ച് ഞാൻ തരത്തില്ല. ആ കോൾ അങ്ങ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും വേണ്ട മോള്. എവിടെ പോണമെങ്കിലും വണ്ടിക്കൂലി മാത്രമേ ഞാൻ തരൂ. അലീനയ്ക്ക് അത് കേട്ടിട്ട് ചിരി വന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാ പിന്നെ അച്ഛനോട് ഞാനൊരു സത്യം പറയട്ടെ? പറ. എനിക്ക് സ്വർണം വാഴൂല്ല. അതെന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിരിക്കും. അലീനയ്ക്ക് സ്വർണ്ണാഭരണങ്ങളിലൊന്നും വലിയ കമ്പമില്ലെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രമേനോൻ സ്വന്തം ഇഷ്ടപ്രകാരം ചില ഡിസൈനുകൾ സെലക്ട് ചെയ്തു. മോതിരങ്ങൾ, വളകൾ, കമ്മലുകൾ, ഗോൾഡ് ചെയിൻ, നെക്ലെസ്
ഇവയൊക്കെ അവളുടെ കാതിലും കഴുത്തിലും എല്ലാം വെച്ച് അതിൻ്റെ ഭംഗിയും അയാൾ നോക്കി. 6 രത്നങ്ങളുടെ ഫാഷനും ഡിസൈനും സെലക്ട് ചെയ്ത് മാറ്റിവെച്ചിട്ട് ബാലചന്ദ്ര മേനോൻ അലീനയെ ഗോവർദ്ധൻ്റെ മുൻപിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഗോവർദ്ധനോട് പറയുകയാണ്, ഇവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ അലീന, അച്ഛൻ വരുന്നില്ല വീട്ടിലേക്ക്? എനിക്ക് ഒരല്പം ജോലി തിരക്കുണ്ട് മോളെ, ഗോവർദ്ധൻ നിന്നെ അങ്ങോട്ട് വിട്ടോളും. പെട്ടെന്ന് അലീന നെറ്റി ചൊളിച്ചുകൊണ്ട് ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി ഒരു ചിരിയോടുകൂടി പറയുകയാണ്, എന്തോ ഒരു ഒളിച്ചുകളിയുടെ സ്മെല്ല് അടിക്കുന്നുണ്ടല്ലോ അച്ഛാ ഇവിടെ. അതിന് പെട്ടെന്ന് തിരികെ പറയുവാൻ ബാലേന്ദ്ര മേനോന് ഒരു മറുപടി കിട്ടിയില്ല. അപ്പോഴേക്കും ശരി ഞാൻ പോന്നു ഇത് പറഞ്ഞുകൊണ്ട് അലീന ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഗോവർദ്ധൻ അവളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ബാലചന്ദ്ര മേനോൻ മടങ്ങി തന്റെ ക്യാബിനിലേക്ക് ചെന്നു. ഈ സമയത്ത് തൂവാല കൊണ്ട് മൂക്ക് തുടച്ച് സ്റ്റാൻലി കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ചോദിച്ചു, കണ്ടോ അലീനെ? സ്റ്റാൻലിക്ക് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. വികാര വിക്ഷുബ്ധമായിരുന്നു അയാളുടെ മുഖം. വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, കണ്ടിട്ട് എന്തു തോന്നി? നിങ്ങളുടെ മകളാണെന്നോ അല്ലെന്നോ? സ്റ്റാൻലി ഒന്നും മിണ്ടാത്ത തന്നെ ബാലചന്ദ്ര മേനോന്റെ നേർക്ക് കൈ നീട്ടി. ഒന്നറച്ചുവെങ്കിലും ബാലേന്ദ്ര മേനോനും കൈ നീട്ടി. ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, താങ്ക്സ് എ ലോട്ട്, ഗോഡ് ബ്ലസ് യു ബാലേന്ദ്രൻ. അയാൾ പോകുവാൻ വേണ്ടി ഇറങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല അവളെ നാളെ തന്നെ എൻ്റെ അടുക്കൽ എത്തിക്കുമല്ലോ, വൈകില്ലല്ലോ അല്ലേ? ഇല്ല. ശരി, ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. സ്റ്റാൻലി ക്യാബിൽ നിന്നും മെല്ലെ ഇറങ്ങി പുറത്തേക്ക് നടന്നുപോയി. ബാലചന്ദ്ര മേനോൻ തന്റെ കസേരയിലേക്ക് ഇരുന്നു. മേശപ്പുറത്തെ CCTV മോണിറ്ററുകൾ തിരിഞ്ഞിരിക്കുകയാണ്. കടയിലെ ദൃശ്യങ്ങൾ അയാൾക്ക് കാണാൻ വയ്യ. പക്ഷെ അയാൾക്കത് കാണുകയും വേണ്ട. അലീനയുടെ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബാലചന്ദ്ര മേനോന് വല്ലാത്തൊരു തളർച്ച തോന്നി. താൻ വീണ്ടും തനിച്ചാകുന്നത് പോലെ. തുടർന്ന് കാണുന്നത് മനുശങ്കറിനെയാണ്. മനുശങ്കർ ജ്വല്ലറിയുടെ വാതിക്കൽ വന്നതിന് ശേഷം ഒരു ബാഗും തൂക്കിക്കൊണ്ട് ക്യാബിനിലേക്ക് കയറി വരികയാണ്. പെട്ടെന്ന് മനുശങ്കറിനെ കണ്ടപ്പോഴേക്കും ബാലചന്ദ്രൻ ആശ്ചര്യപ്പെട്ടുപോയി. ബാലേന്ദ്രന്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, ഗുഡ് ഈവനിങ് അങ്കിൾ. വെരി ഗുഡ് ഈവനിങ്. നീ എന്താ കെട്ടും ഭാണ്ഡവും ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാണോ? അതെ. വീട്ടിൽ പോയില്ലേ? ഇല്ല, നേരെ ഇങ്ങോട്ടിങ്ങി പോന്നു. നിന്റെ മുഖം കണ്ടാൽ അറിയാം വല്ലാത്ത ക്ഷീണം. നിർത്താതുള്ള ഡ്രൈവിംഗ് ആയിരുന്നു അല്ലേ? നീ എന്താ വന്ന കാലിൽ തന്നെ നിൽക്കുന്നേ? ഇരിക്കടാ അവിടേക്ക്. ഇത് കേട്ടുകൊണ്ട് മനുശങ്കർ കസേരയിലിരുന്നു. അങ്കിൾ, അലീന എന്നെ വിളിച്ചിരുന്നു. അവൾ നാളെ പോവാണെന്ന് പറയുന്നു. അത് ശരിയാണ്. അല്ല, അവൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? എൻ്റെ വീട്ടിലെ പോലെ തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. അങ്കിൾ ഉറപ്പുണ്ടോ സുരക്ഷിതമായ സ്ഥലത്തേക്കാണെന്ന്? അങ്ങനെ വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ. എവിടെയാണെങ്കിലേ ആ സ്ഥലം? സ്ഥലമൊക്കെ ഞാൻ പിന്നെ പറയാടാ. അല്ല, ഇപ്പൊ പറഞ്ഞു എന്താണ്? നിനക്കെന്താടാ ഇത്ര അക്ഷമ? നീ ഒന്ന് ശാന്തമാക്. അങ്കിൾ, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അവൾ പോകുന്നത് തടയാൻ പറ്റില്ലായിരുന്നു അങ്കിളിന്. തടയാനൊക്കെ പറ്റും. ഞാനൊരു വാക്കു പറഞ്ഞാൽ മതി അവളോട് നീ പോകണ്ടെന്ന്. അവൾ പിന്നെ പോവില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്കിൾ അത് പറയാഞ്ഞത്? അവളുടെ മനസ്സ് നമ്മൾ കാണണമല്ലോ മനു. അവൾക്ക് പോകാനാണോ ഇഷ്ടം? ഇഷ്ടമായിട്ടാണോ? ഞാൻ അവളെ പറഞ്ഞയച്ചില്ലെങ്കിൽ വൈജയന്തി ഡിവോഴ്സിന് പോകുമെന്ന്. ഈ ഒരു അവസ്ഥയിൽ അവൾ എങ്ങനെ ആ വീട്ടിൽ നിൽക്കും? അങ്കിളെ, ആ അവസ്ഥയെ ധൈര്യത്തോടു കൂടി നേരിടണം. കൊള്ളാം മനു. നീ ഇതിനിടയ്ക്ക് സൗകര്യപൂർവ്വം ഒരു കാര്യം മറന്നു പോവുകയാണ്. അലീനയ്ക്ക് വൈജയന്തി ശത്രുവല്ല, അവളുടെ അമ്മയാണ്. അതിനു മുൻപിൽ നീയും അവളും തമ്മിലുള്ള ബന്ധവും ഞാനും അവളും തമ്മിലുള്ള ബന്ധവും എല്ലാം ചെറുതാണ്. സ്വന്തം അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ അവൾ നിൽക്കില്ല. അവളെ അങ്ങനെ പിടിച്ചു നിർത്തുവാനും എനിക്ക് പറ്റില്ല. നിനക്കറിയാലോ, എനിക്ക് അവളോടുള്ള കടപ്പാട് അത് തീർത്താൽ തീരുന്നതല്ല. ഞാനും എൻ്റെ മക്കളും തകർന്നു പോകാതെ പിടിച്ചു നിന്നത് അവളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും അടിത്തറയിലാണ്. അത്രയും കേട്ടതോടുകൂടി മനുശങ്കർ നിരാശനായി കസേരയിലേക്ക് ചാരി അങ്ങ് കിടന്നു. അവൻ വലിയ പ്രതീക്ഷയിലാണ് തന്നെ കാണാൻ വന്നതെന്ന് ബാലചന്ദ്ര മേനോന് മനസ്സിലായി. പക്ഷേ എന്തവനോട് പറയണമെന്ന് ബാലചന്ദ്ര മേനോനും നിശ്ചയമില്ല. അപ്പോൾ മനു വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ആൻറ്റിയെ കണ്ടൊന്ന് സംസാരിച്ചാലോ അങ്കിൾ? സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. നിനക്ക് കഴിയുമെങ്കിൽ കഴിയുന്ന രീതിയിൽ നീ ശ്രമിച്ചു നോക്ക്. പക്ഷെ പറയാവുന്നതിൽ കൂടുതൽ ഒരക്ഷരം പോലും നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാനൊരു വാക്ക് തന്നിട്ടില്ലേ? മനുശങ്കർ അപ്പോൾ തന്നെ വൈജയന്തിയെ കാണുവാൻ വേണ്ടി തയ്യാറായി പുറത്തേക്കിറങ്ങി. പോകുന്ന പോക്കിൽ ദീർഘസമയം ആന്റിയുടെ മനസ്സ് മാറുന്നതുവരെ സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് നിശ്ചയിച്ചാണ് മനുശങ്കർ പുറപ്പെട്ടത്. മനുശങ്കറിന്റെ മുഖഭാവത്തിലും തന്നെ ഏകദേശം കാര്യങ്ങൾ വൈജയന്തി ഊഹിച്ചെടുത്തതുപോലെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ കാണുവാൻ കഴിഞ്ഞത്. വൈജയന്തി ചോദിക്കുകയാണ്, മനു എന്നെ കാണാൻ വന്നത് തന്നെയാണോ അതോ എന്തെങ്കിലും കാര്യം പറയാൻ വന്നതാണോ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ഞാൻ ഈ ലോകത്തൊക്കെ തന്നെ അല്ലേ മോനെ ജീവിക്കുന്നത്. ചിലതൊക്കെ എനിക്ക് മോഹിക്കാൻ പറ്റും. ആന്റിയുടെ ഈ ഊഹാപോഹങ്ങൾ നിർത്തിയാൽ തന്നെ ആന്റിക്ക് പാതി സമാധാനം കിട്ടും. ആളുകൾ അവരുടെ വഴിക്ക് പോട്ടെ. ആന്റി എന്തിനാ ഊഹിക്കാൻ വേണ്ടി ആന്റിയുടെ മനസ്സിനെ അവരുടെ പിറകിൽ ഇങ്ങനെ വിടുന്നത്? ആ ചോദ്യം വൈജയന്തിക്ക് അത്ര ഇഷ്ടമായില്ല.
ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. ഞാൻ എന്തൊക്കെ ചിന്തിക്കണമെന്നും ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണമെന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ട. കണ്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആന്റിയുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല, ആരും ചോദ്യം ചെയ്യുവാനും പാടില്ല. പക്ഷേ ആന്റി സകലരുടെയും കാര്യത്തിൽ കയ്യും തലയും ഇടുകയും ചെയ്യും. മനു, നീ എന്നെ കുറ്റം വിധിക്കാൻ വന്നതാണോ? ഏയ്, ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ആന്റി. അലീന നാളെ പോവുകയാണെന്നറിഞ്ഞു. ആന്റി കാരണമാണ് അവൾക്ക് പോകേണ്ടി വരുന്നതെന്നും കേട്ടു. അതിന്റെ കാരണം അറിയാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. കഴമ്പില്ലാത്ത തെറ്റിദ്ധാരണ വല്ലതുമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയാമല്ലോ ആന്റി. ഓ, അത് ശരി. യാതൊരു തെറ്റിദ്ധാരണയില്ല എൻ്റെ മോനെ. ആന്റിക്കൊരു ദുർവാശി. അലീന എന്നൊരു സെർവന്റ് ആന്റിയുടെ വീട്ടിൽ വേണ്ട. എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സെർവന്റിനെ വെക്കണ്ട എന്ന് പറയുവാനുള്ള അവകാശം എനിക്കില്ലേ? അങ്ങനെ അവകാശമില്ലെങ്കിൽ ആ വീട് എനിക്ക് വേണ്ട. ആന്റി, അങ്കിളിനും ആന്റിയുടെ മക്കൾക്കും അലീനയോടുള്ള കടപ്പാടും നന്ദിയും ഓർത്താൽ സമ്മതിച്ചു. അവളില്ലെങ്കിൽ ഞാൻ ഇന്ന് വിധവ. അവളില്ലെങ്കിൽ എൻ്റെ മക്കൾ നാനാ വഴിക്ക് ചിതറിപ്പോയനെ, എൻ്റെ കുടുംബവും നശിച്ചു പോയനെ. എല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്ക് ഒരൊറ്റ വാശിയുള്ളൂ. എൻ്റെ വീട്ടിൽ അവൾ താമസിക്കാൻ പാടില്ല. എൻ്റെ കുടുംബവുമായി ഇനി അവൾ ബന്ധപ്പെടുവാൻ പാടില്ല. ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ആന്റി ഒരല്പം സന്മനസ് കാണിച്ചാൽ എൻ്റെ മോനെ, എൻ്റെ സ്വന്തം മക്കൾ ഇവിടെ വന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ട് എനിക്ക് സന്മനസ്സുണ്ടായില്ല. പിന്നെയല്ലേ നീ? മനുശങ്കറിന്റെ മുഖം വല്ലാതെ വാടി. വൈജയന്തിയുടെ മനസ്സ് പാറ പോലെ ഉറച്ചതാണെന്നും അത് ഇളക്കുവാൻ ഒരു ന്യായവാദത്തിനും കഴിയില്ല എന്നും അവന് ബോധ്യമായി. മനുശങ്കർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ആന്റി ഒരു കാര്യം ഓർക്കണം. ആന്റിയെ പേടിച്ചല്ല അലീന ആ വീട് വിട്ടു പോകുന്നത്. അങ്കിൾ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതുമല്ല. പിന്നെ ആന്റിയുടെ മക്കൾക്ക് അവൾ പോകുന്നതിൽ ഒരു സന്തോഷവുമില്ല. സ്വമനസാലെയാണ് അവൾ പോകുന്നത്. അതും ആന്റിയോട് അവൾ കാണിക്കുന്ന ദാക്ഷിണ്യമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ദാക്ഷിണ്യമോ? ദാക്ഷിണ്യമൊന്നുമല്ല. അവൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇനി അവൾക്ക് അടുത്ത താവളം. അവൾ ഇട്ടെറിഞ്ഞു പോകുന്ന എച്ചിലൊന്നും എനിക്ക് വേണ്ടടാ. പക്ഷേ അവൾ അവിടുന്ന് പോയേ പറ്റൂ. എന്നിട്ടേ ഞാൻ ആ വീട്ടിൽ കാലു കുത്തുള്ളൂ. ഇതെന്റെ ശപഥമാമനു. എൻ്റെ ആന്റി അലീനയുടെ ത്യാഗ മനസ്ഥിതിക്ക് മുമ്പിൽ ആന്റിയുടെ ശപഥത്തിന് എന്തു വിലയാവുള്ളത്? അറിയാതെയാണെങ്കിലും ആന്റി അവളോട് ചെയ്യുന്ന ദ്രോഹത്തിന്റെയും പാപത്തിന്റെയും ഫലം ഈശ്വരന്മാർ ക്ഷമിക്കുമോ? അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആന്റി ഒരു ജന്മം മുഴുവൻ ഇരുന്ന് കരഞ്ഞാലും തീരുവോ അതിന്റെ വേദന? ഓ, അതൊക്കെ ഞാനങ്ങ് സഹിച്ചു. ഇതല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ആന്റി, ഒന്നും പറയാനില്ല. പക്ഷേ ആന്റി ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് മനുശങ്കർ തിരിച്ചു നടന്നു. മഴത്തോരു മുൻപേ എന്ന പരമ്പര വളരെ ഉദ്വേഗജനകമായ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. വരുവാൻ പോകുന്ന സംഭവങ്ങൾ മുന്നമേ കൂട്ടി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.